കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ശ്രദ്ധിക്കണമേ, അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്തയാണ്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് കുശവൻ്റെ അടുക്കലേക്ക് യിരെമ്യാവിനെ ദൈവം കൊണ്ടുപോയി കാണിപ്പിക്കുന്ന ഒരു പാഠം അല്ലേ. 18-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം അങ്ങനെയാണ്. കുശവനിൽ നിന്നൊരു പാഠം യിരെമ്യാവ് പഠിക്കുകയാണ്. അങ്ങനെ ഒരു ചിന്തയാണ്. അപ്പം യിരെമ്യാവ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുശവൻ അവൻ്റെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയൊരു പാത്രം, ആ പാത്രം അവൻ്റെ കയ്യിൽ നിന്ന് വീണ് ഉടഞ്ഞുപോയി. എന്നാൽ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. എന്തുവാണ് എൻ്റെ അകത്തുള്ള സന്ദേശം? ഒന്നും ഉടയാതെ വേറൊന്നും രൂപപ്പെടത്തില്ല. എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉടയപ്പെടുന്നുവെങ്കിൽ ഓർക്കുക, വേറൊന്നിൻ്റെ പണി നടക്കുകയാണ്. പലപ്പോഴും നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഉടയുന്നത് അല്ലേ. ജീവിതത്തിൽ ഉടയുന്നത് പലർക്കും താല്പര്യമില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ഈ സന്ദേശത്തിലൂടെ കൈമാറാൻ ആഗ്രഹിക്കുന്നത്, ഉടയാതെ ഒരിക്കലും വേറൊരു പാത്രമായി രൂപപ്പെടുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ജീവിതത്തിൽ പല മേഖലകളിൽ നമ്മൾ ഉടഞ്ഞെന്ന് വരും. ഒരു ശുശ്രൂഷയിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ, ആ ദൈവിക നന്മ നമുക്ക് പ്രാപിക്കാൻ കഴിയണമെങ്കിൽ, ഒരു ദൈവിക അനുഗ്രഹത്തെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഉടഞ്ഞ് തന്നെ ആകണം. അങ്ങനെ ഉടയാതെ ഒരിക്കലും ഒരു നല്ലൊരു ക്രമീകരണത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയത്തില്ല. ഏലിയാവിൻ്റെ ജീവിതത്തിനകത്ത് ചൂരച്ചെറിയുടെ തണലെന്ന് പറയുന്നത് ഏലിയാവിനെ ദൈവം ഉടയ്ക്കുകയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ദൈവം ബലപ്പെടുത്തി പിന്നത്തേതിലൊരു വലിയ യാത്രയ്ക്കായിട്ട് ദൈവം ഏലിയാവിനെ നിയോഗിക്കുക മാത്രമല്ല, രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ദൈവം ഏലിയാവിനെ പിന്നത്തേതിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നല്ലേ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഏലിയാവ് ചൂരച്ചെറിയുടെ തണലിലിരുന്ന് ഉടയുകയായിരുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില സാങ്കേതികത്വങ്ങൾ, ചില ആശങ്കകൾ, ചില കഷ്ടതകൾ, ചില ഞെരുക്കങ്ങൾ, ചില പത്മോസുകൾ, ചില ഏകാന്തതകൾ, ചില മരുഭൂമിക്ക് സമാനമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മളെ ഉടയ്ക്കാൻ വേണ്ടിയാണ്. ആ ഉടയ്ക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നിനും വേണ്ടിയല്ല, അടുത്ത് നമ്മളെ വേറൊരു നല്ല പാത്രമാക്കി രൂപാന്തരപ്പെടുത്തുവാനാണ് ദൈവം നമ്മളെ അങ്ങനെ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ഉടയുന്നുവെങ്കിൽ ഓർക്കുക, നിങ്ങളെ പണിയാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്, നിങ്ങളെ ക്രമീകരിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ പണിയുകയുള്ളൂ. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, കുശവൻ്റെ കയ്യിൽ നിന്നാണത് വീണതല്ലേ. എന്താ ഈ കുശവനെ കാണിക്കുന്നത്? ആ പാത്രം ഉണ്ടാക്കുന്നവൻ, നമ്മുടെ നിർമ്മാതാവ് ആരാണ്? നമ്മുടെ കുശവൻ ആരാണ്? നമ്മുടെ ദൈവമല്ലേ. ആ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ് വീഴുന്നതെങ്കിൽ അവനറിയാം നിശ്ചയമായിട്ടും അത് വേറൊരു പാത്രമായി പണിതെടുക്കാൻ കഴിയുന്നവൻ്റെ കയ്യിൽ നിന്നാണ് അതിനെ ഹല്ലേലൂയ വീണത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ വേറൊരു പാത്രമാക്കി മനോഹരമാക്കി തീർക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്ക് ഉദ്ധരിക്കുന്നു, ഒന്നും ഉടയാതെ വേറൊരു പാത്രം രൂപപ്പെടത്തില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമാകുവാൻ സ്വർഗമിടവരുത്തിയാട്ടും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.